അസ്സലാമു അലൈക്കും എവ്രിവൺ, വെൽക്കം ടു ടേസ്റ്റി വ്യൂസ്. നമുക്കിന്ന് ബ്രെഡും ചിക്കനും വെച്ച് ഈസി ആയിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. അതിനായി ആദ്യം ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, തക്കാളി, ക്യാബേജ്, സവാള എന്നിവയാണ്. ഇവ നമുക്ക് ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുത്ത പൊടികൾ ചിക്കനുമായി നന്നായി യോജിക്കും വിധത്തിൽ കൈകൾ കൊണ്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ചിക്കൻ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കാനായി ആദ്യം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതിലും ബെറ്റർ എപ്പോഴും സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും. എണ്ണ ചൂടായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ പൊരിച്ച് ചേർക്കുന്നതിന് പകരം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചും നമുക്ക് ഈ സാൻഡ്വിച്ചിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ എണ്ണയിലിട്ട് നന്നായി ഇളക്കി മൊരിയിച്ച് എടുക്കാം. എല്ലാ വശവും നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ ചിക്കൻ ഇളക്കിയെടുക്കുക. നമ്മുടെ ഈ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ ചീനച്ചട്ടി വെച്ച് തന്നെ കയ്യിൽ ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് കറക്കിയോ അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയോ നമുക്ക് ഈ ചിക്കൻ സാൻഡ്വിച്ചിലേക്ക് ചേർക്കാവുന്നതാണ്. നമുക്കിനി സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, ഒരു സവാള, ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസാണ്. മയോണൈസിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ മയോണൈസും നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ആവശ്യാനുസരണം ഈ ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസും ചിക്കനും മയോണൈസുമായി നന്നായി യോജിക്കുന്ന വിധത്തിൽ ഇളക്കിയെടുക്കാം. ഈ ഫില്ലിങ്ങിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിനി സാൻഡ്വിച്ചിന് വേണ്ട ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് അല്പം ബട്ടർ എടുത്ത് മെൽറ്റ് ചെയ്ത് എടുക്കുക. ടോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുക. കാരണം ബട്ടർ ഓവറായി പോയി കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പിക്കുന്നത് പോലെ ആയിപ്പോകും. അതുമാത്രമല്ല, സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഓവർ പവർ ചെയ്ത് നിൽക്കുന്നത് പോലെയും സാൻഡ്വിച്ചിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടാതിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ ബ്രെഡിൻ്റെ 2 വശവും ചെറുതായി മൊരിയിച്ചെടുക്കാം. നമുക്കിനി സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച 2 കഷ്ണം ബ്രെഡ് എടുക്കുക. ഇനി അതിൻ്റെ ഒരു ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസ് ചേർത്ത് കൊടുക്കുക. മറ്റേ ബ്രെഡിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായി തേച്ച് കൊടുക്കുക.
ഇനി നമ്മളുണ്ടാക്കിയ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് സാൻഡ്വിച്ച് ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ സാൻഡ്വിച്ചിൽ നമുക്ക് വേണമെങ്കിൽ ചീസ് സ്ലൈസസും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റേ സ്ലൈസ് ബ്രെഡും കൊണ്ട് ഈ ബ്രെഡ് മൂടി 2ആയി മുറിച്ച് നമുക്ക് കഴിക്കാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണിത്. ബേക്കറികളിൽ നിന്നും നമ്മൾ വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.